ലേഖത്തല്ലേ? അതെ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എൻ്റെ പേര് അരുൺ എന്നാണ്. ആ ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് ഇപ്പം കുറച്ച് ശാസ്ത്രീയതയും ഉം, വൃത്തിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഉം. അപ്പോൾ ഞാൻ സംസാരിക്കാമല്ലോ? ഇപ്പോൾ എന്ത് പറ്റി? കുറെ സമയം വേണോ? ഞാനൊരു ചെറിയ കാര്യത്തിൽ ഇരിക്കാണ്. കുറച്ചേ മാർച്ച് അല്ലേ, ഉള്ളൂ. അപ്പൊ കുറച്ച് വർക്കിലൊക്കെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, എനിക്ക് കുറച്ച് മുസ്ലിം സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവരുടെ വീട്ടിലൊക്കെ പോകുന്നുണ്ട്. അപ്പം അവരുടെ ഉമ്മമാരുമായിട്ടും പെങ്ങളുമാരുമായിട്ടൊക്കെ സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പം ഉം. എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇവരെല്ലാം കുറേ ബുദ്ധിമുട്ടുകളിലാണ്. അവർക്ക് പുറത്തേക്ക് വരാനുള്ള പല അതെ. പ്രശ്നങ്ങളും ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ്. ഉം, അതേപോലെ തന്നെ എൻ്റെ പല മുസ്ലിം സുഹൃത്തുക്കളും നല്ല കഴിവുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഉം. കായികപരമായിട്ട് അല്ലെങ്കിൽ സാഹിത്യപരമായിട്ടൊക്കെ സിനിമയിലൊക്കെ. ഇവര് നമ്മളിങ്ങനെ മുസ്ലിങ്ങൾ എന്ന് മാത്രമായിട്ട് കാണുന്നതാണ്. ഇവരെല്ലാം നമ്മളെ പോലെ മനുഷ്യർ തന്നെയാണല്ലോ. അതെ പറന്നു അതെ. വീണ കുടുംബം മാറിപ്പോകുമ്പോ ആ. ആളുകൾ മുസ്ലിമും ഹിന്ദുവൊക്കെ ആയി മാറുന്നു, അത്രയല്ലേ ഉള്ളൂ. അല്ല, ഞാൻ സംശയം ചോദിക്കാൻ വന്നത് ഉം. എന്തുകൊണ്ടാണ് ഇവര് ഇതിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു പോകുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ഈ മുസ്ലിം ഇതിലേക്ക് ചരിത്രത്തെ തിരിഞ്ഞു. കുറിച്ചും കുറച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ആക്ച്വലി അതിനകത്ത് കുറച്ച് അല്ല, റിസർച്ച് ചെയ്തിട്ട്. വിശ്വാസപരമായിട്ട് ആളുകൾ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുന്ന ആളുകൾ ഇപ്പൊ ഹിന്ദു കുടുംബങ്ങളിലും ക്രിസ്ത്യൻ കുടുംബങ്ങളിലൊക്കെ അവരുടെ ഓർത്തഡോക്സ് വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും മുറുകെ പിടിച്ചു പോകുന്ന ആൾക്കാരില്ലേ? അതെ അതെ. അത് മുസ്ലിം ഇസ്ലാം മതത്തിനകത്ത് കുറച്ച് കൂടുതലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അതിൽ ഏറ്റവും പ്രധാനം അത് ഏറ്റവും പുതിയ മതമാണ്, ഏറ്റവും യങ്ങസ്റ്റ് റിലീജിയൻ ആണ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അതിന്റെ പ്രചാരണമൊക്കെ ആ അർത്ഥത്തിൽ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ ചെറിയ പ്രായം തൊട്ടുള്ള മതപഠനം, ഇതൊക്കെ ഈ കാലഘട്ടത്തിന്റെ വ്യത്യാസം കൂടിയാണ്. അതൊക്കെ കാലക്രമേണ അങ്ങനെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. അല്ല, പിന്നെ എനിക്കൊരു സംശയം ചോദിക്കാൻ കാരണം, ഇപ്പൊ ഈ മുസ്ലിം മതത്തെ കുറിച്ച് വളരെ നല്ല അറിവുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഈ ഉസ്താദ്മാരൊന്നും നിങ്ങളോട് എതിർക്കാൻ വരാറില്ല. വരാത്തത് നോർമൽ അതിന്റെ നമ്മൾ പറയുന്നത് ശരിയാണെന്ന് അവർക്കറിയാം. അവർക്ക് അറിയാം. അറിയാവുന്നതാണ്. അതെ അതെ. കോമൺ ആൾക്കാർ എന്തുകൊണ്ട് ഇതിനെ ഇത്രയും ഡിഫെൻഡ് ചെയ്യാൻ വരുന്നു എന്നാണ് ചോദിച്ചത്. ഇപ്പൊ നിങ്ങൾ. അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. അവര് പറയണ നമ്മളെ പറയുന്ന കാര്യങ്ങളെ പറയുമ്പോഴായിരിക്കും ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ. ഓക്കെ ഓക്കെ. അപ്പൊ അവര് അല്ല പിന്നെ. പഠിച്ചു വെച്ചതാണ് ഇസ്ലാം എന്ന് വിചാരിച്ചിട്ട് ആ ആത്മവിശ്വാസത്തിലാണ് വരുന്നത്. ഓക്കെ. മനസ്സിലായോ? പഠിപ്പിക്കുന്നത് എപ്പോഴും അതിന്റെ നല്ല വശങ്ങളായിരിക്കുമല്ലോ. അതെ മദ്രസയിലായാലും അതല്ലെങ്കിൽ ഉസ്താദുമാര് വയലു പറയുമ്പോഴായാലും അവര് വിശ്വാസത്തിലായി നിൽക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ആചാരങ്ങളെ കുറിച്ചും അനുഷ്ഠാനങ്ങളെ കുറിച്ചും അതിന്റെ ഭക്തിനെ കുറിച്ചും അതിനെ കുറിച്ചൊക്കെയാണല്ലോ, മരണാനന്തര ജീവിതത്തെ കുറിച്ചൊക്കെയാണ് പറയാ. അതാണ് ആ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ അപ്പൊ മരണാനന്തരം ആ ഭയങ്കരമായിട്ട്. മരണാനന്തര ജീവിതം ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ് ഇപ്പം കൂടുതൽ വിശ്വാസികളും. അതെ അതെ അപ്പൊ അതെ. അതുകൊണ്ട് അതിന് ആരാധന നടക്കുക, നിസ്കരിക്കുക, പള്ളിക്ക് പൈസ കൊടുക്കുക, ഉസ്താദുമാർക്ക് പിരിവ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആണ് കൂടുതൽ പ്രബോധനം നടക്കുക. ഈ മരണാനന്തര ജീവിതം ഏത് സമയത്താണ് തലയിലേക്ക് അടിച്ചു കയറ്റുന്നത്? കാരണം അത് അതാണ് എല്ലാ എനിക്ക്. മതങ്ങളും മരണാനന്തരത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇസ്ലാമിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഈ ചെറിയ പ്രായത്തിൽ തന്നെയാണ്. മദ്രസ പഠനത്തിന്റെ സമയത്ത് തന്നെയാണ് ഇതെല്ലാം. ഒരു 15 വയസ്സിന് മുൻപ് തന്നെയാണ് എല്ലാം. അത് പിന്നെ അവർ ലോജിക്കലി തിങ്ക് ചെയ്ത് അതിനെക്കുറിച്ച് മാറ്റാൻ അത് പറ്റും. ചെറിയ പ്രായത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നടക്കത്തില്ല. ഓക്കെ. അതിപ്പോ എല്ലാ മതങ്ങളിലും ഇല്ലേ? ഇപ്പൊ ഈ എന്താ പറയാ, റോക്കറ്റ് ഒക്കെ വിക്ഷേപിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ കണ്ടിട്ടില്ലേ? അതെ നാരങ്ങയൊക്കെ അതെ. വെച്ചിട്ട്. അത് ഈ അതെ. ചെറിയ പ്രായത്തില് ദൈവം തലയിൽ കയറുന്നുണ്ട്. കാരണം ഈ അതിന് പ്രായമായ ഇതിപ്പോ ഇസ്ലാമിന്റെ സ്ത്രീകൾക്കൊക്കെ. പ്രത്യേകത വെച്ചാൽ ഇത് കുറെ കാലമായിട്ട് വിമർശനം ഒന്നും ഏൽക്കാണ്ട് ഇങ്ങനെ പാമ്പർ അതെ ചെയ്ത് കൊണ്ടുനടന്ന ഒരു മതം ഇപ്പൊ വിമർശിക്കുമ്പോ എല്ലാരും കൂടെ ഒരു ബേജാറാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് കേരളത്തിലൊക്കെ നല്ല മാറ്റം വന്നു. കേരളത്തിലൊക്കെ ഇപ്പൊ ആർക്കും ആ, നേരെ നിന്ന് വിമർശനം നടത്താവുന്ന ഒരു സിറ്റുവേഷൻ ആയി. അതെ അതെ. ആ മാറ്റം അല്ല, അങ്ങനെ അത് ഉണ്ടാവട്ടെ, ലോകത്ത് എല്ലായിടത്തും ഉണ്ടാവും. അത് വളരെ നല്ലതാണ്. വളരെ ഉം. നല്ലതാണ്. ആൾക്കാർക്ക് ചിന്തിക്കാൻ, ഇപ്പൊ ആൾക്കാർക്ക് അത് സെർച്ച് ചെയ്ത് നോക്കാനും എന്താണ് ഇതിൽ യഥാർത്ഥം എന്ന് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അതെ അതെ. പിന്നെ എനിക്ക് സംശയിക്കാനുള്ള ഈ ആ, ഇസ്ലാം മതം മാത്രം ഇത്രയും ഈ ദിനചര്യകളിലൊക്കെ ഇത്രയും ഒരു അതാ കാര്യങ്ങൾ പറഞ്ഞത്, അടിച്ചു. ഏറ്റവും യങ്ങസ്റ്റ് റിലീജിയൻ ആണ്, ഏറ്റവും പുതിയ മതല്ലേ. അതെ അതുകൊണ്ട് അതെ. അതിന് പുതിയ കാലത്തിനോട് സംവദിക്കാനുള്ള കുറെ സാധനങ്ങളുണ്ട്. അതായത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ഓക്കെ. ദൈവമല്ലാതെ ആരാധ്യനില്ല എന്നുള്ളത് ആ ആ ആ. ദൈവവിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ. മനസ്സിലായോ? ദൈവത്തിന് മുമ്പിൽ അല്ലാതെ തല വണങ്ങാൻ പാടില്ല, കുനിയാൻ പാടില്ല, ദൈവത്തെ അല്ലാതെ ഭയപ്പെടാൻ പാടില്ല. ഓക്കെ അപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്ത്യൻ മതത്തിൽ നിന്നൊക്കെ ആളുകള് ഇസ്ലാമിലേക്ക് പോകുന്നത് ഈ പോയിന്റിലൂടെയാണ്. ഓക്കെ ഓക്കെ. അവിടെ നിരവധിയായിട്ടുള്ള ദേവതാ സങ്കല്പങ്ങൾ, വിഗ്രഹങ്ങള്. ആ ആ. ദൈവത്തിന് എന്തിനാണ് വിഗ്രഹം എന്നുള്ളതാണ് ചോദ്യം. അതെ. ആ മനസ്സിലായി? അപ്പൊ അതിലാണ് ശരിക്കും ദൈവവിശ്വാസമുള്ള ആളുകള് ഇസ്ലാമാണല്ലോ ശരി, ഇസ്ലാമിന്റെ ദൈവവിശ്വാസം കുറച്ചുകൂടി ക്ലിയർ ആണല്ലോ എന്ന് തോന്നുക.
അതിന്റെ കാരണം എന്താ വെച്ചാൽ അതാ ഒരു കാലഘട്ടം, പുതിയ കാലഘട്ടത്തിൽ പുതിയ നൂതനമായിട്ടുള്ള ഒരു ദൈവവിശ്വാസമാണ് അവിടെ ഉണ്ടാക്കിയെടുത്തത് അന്ന്. ഓക്കെ. അന്ന് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് വിഗ്രഹാരാധന. അപ്പം തൃത്വം ആണ്. അത് നിങ്ങൾ ഈ ദഅവ പ്രവർത്തനത്തിലൂടെ ഇസ്ലാമിലേക്ക് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. അവര് ശിവനാണോ കൃഷ്ണനാണോ ആ, ഈ ആ, അവതാരങ്ങളുടെ ഒക്കെ കഥയും ഇതൊക്കെ മനുഷ്യരൂപം കൊണ്ട് എന്തിനു വന്നു, പിന്നെ ഇങ്ങനെ അവർ മരിച്ചു, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങൾ, കഥകൾ, ഇതിൽ നിന്ന് ഈ പ്രപഞ്ചത്തിന് അതീതമായി നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത ഒരു പ്രപഞ്ചാതീത ശക്തി. ഓക്കെ. ഇപ്പൊ ഈ ഹൈന്ദവ സങ്കല്പത്തിൽ പറയുമ്പോൾ ഒരു പരബ്രഹ്മം, അതിന് സമാനമായിട്ടുള്ള ഒരു ദൈവം മാത്രമേ ഉള്ളതെന്നും ആ ദൈവം ഏതാണോ ആ ദൈവത്തിന്റെ പേരാണ് അള്ളാഹു എന്നും ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നും പറയുമ്പോൾ അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ്. അല്ല, ഒരു കാര്യം ഞാൻ പറയുന്നത്, ദൈവസങ്കല്പം ഒന്ന്, രണ്ടാമത് ഈ ദൈനംദിന കൃത്യങ്ങൾ ഇന്നേരെ അല്ല, ചെയ്യാവൂ അങ്ങനെ ഇന്നത്തെ വരുമ്പോ എന്ന് ആ പറഞ്ഞിട്ട് ദൈവവിശ്വാസ പോലും സങ്കല്പം അതിനകത്ത് അത് പറഞ്ഞുതരാം. ആ ദൈവവിശ്വാസ സങ്കല്പം അങ്ങ് ഉറപ്പിക്കപ്പെടുമ്പോ ആ, പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രവാചകത്വം വിശ്വസിച്ച് അതിന്റെ ആരാധനാ കർമ്മങ്ങൾ അതിൽ പൂർണ്ണമായിട്ട് അങ്ങോട്ട് അർപ്പിക്കും. പിന്നെ ഇവരുടെ ആരാധനകളൊക്കെ ഈ പറയുന്ന രീതിയിൽ തന്നെയാണ്. ഇപ്പൊ നിസ്കാരം ദൈവത്തിനോട് മാത്രം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു തരം ഒരു അവസ്ഥയാണ്. അതങ്ങനെ തന്നെയാണ് പരിശീലിപ്പിക്കപ്പെടുന്നത്. അതായത് എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പം അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ചുറ്റുഭാഗം മറക്കുന്ന രീതിയിൽ നമ്മൾ അതിനകത്ത് ലയിച്ചു പോവുകയാണ് ദൈവമായിട്ട് ലയിക്കുക. മീൻസ് ദൈവത്തിന്റെ മുമ്പിൽ ആ പ്രാർത്ഥനയിൽ മാത്രമായിട്ട് നിൽക്കുകയാണ്. ദൈവത്തിന്റെ മുമ്പിൽ സംസാരിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ള രീതിയിലാണ് നിസ്കാരമൊക്കെ വരുന്നത്. അത് കേവലമായ ചടങ്ങായിട്ടല്ല അവർ പഠിപ്പിക്കപ്പെടുന്നത്. അതിൽ ഉദാഹരണം പറയുന്നത്, ഒരു യുദ്ധവേളയിൽ ഒരാളുടെ കാലിന്റെ പുറകില് പിന്നെ അമ്പ് തറച്ചു കയറി. അപ്പൊ അത് ഊരിയെടുക്കാൻ പറ്റാതെ ഭയങ്കരമായ വേദന സഹിക്കാൻ പറ്റാതായപ്പം ആള് നമസ്കരിക്കാൻ നിന്നു എന്നാണ്. അപ്പൊ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സ്വയം മറക്കും. അപ്പൊ ആ സമയത്ത് ബാക്കിൽ നിന്ന് ഒരാൾ അത് വലിച്ചൂരി എന്നാണ് കഥ. അപ്പൊ ഈ തരത്തിലാണ് ഈ തഖ്വ എന്നതിന് പറയും. ഈ ഓക്കെ. തഖ്വ അങ്ങനെയാണ് പഠിപ്പിക്കപ്പെടുന്നത്. അപ്പം ആ അല്ല, ഭാഗങ്ങളൊക്കെയാണ് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് നിയമത്തിന്റെ നിൽക്കുന്നതും. അതായത് ഇപ്പൊ പലിശയെ അവർ സപ്പോർട്ട് ചെയ്യും, അല്ല എതിർക്കുകയും, അടിമത്തത്തെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഇന്നാള് പറഞ്ഞ പോലെ അതോ വായു പോയി കഴിഞ്ഞാൽ എന്തോ. അതൊക്കെ ഇതാണ്. ഇപ്പൊ ഒരു ദൈവവിശ്വാസത്തിൽ അങ്ങ് ആ ദൈവമാണ് സത്യം എന്ന് തീരുമാനിച്ചാൽ പിന്നെ അതിന്റെ അടുത്തുനിന്നുള്ളതെല്ലാം ശരിയാണല്ലോ. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാവാത്ത എന്തോ ശരി ഉണ്ടാവാം. ഇതാണ് അതിന്റെ അല്ല, ലോജിക്. എന്നാലും ഒട്ടും ലോജിക്കലായിട്ട് ചിന്തിക്കുന്നില്ലേ എന്നുള്ളതാണ് അല്ല, പ്രധാനം. അതാണ് ലോജിക്ക്. ഇവരുടെ ലോജിക് എന്ന് പറഞ്ഞത്, ഞാന് നമ്മുടെ അബ്ദുള്ള ബാസിലെ ലോജിക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്ത് ഞാൻ അതിനകത്ത് പിന്നെ ഇത് വെച്ചിരുന്നു. അതായത് ദൈവമാണ് ശരി, ദൈവമുണ്ട്, ആ ദൈവമാണ് അള്ളാഹു, ആ ദൈവത്തിൽ നിന്നുള്ളതാണ് ഈ മതം എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്താ ഉള്ളത് അത് അംഗീകരിക്കലാണ് അവരുടെ ലോജിക്ക്. ഓക്കെ. അതാണ് അതിന്റെ ഒരു സൈക്കോളജി. അല്ല, ഇതൊരു ചരിത്രമാണെന്നും ആ ചരിത്രകാലത്തുണ്ടായിരുന്ന ഒരു അതൊക്കെ വിശ്വാസമാണെന്നും. സമയമെടുക്കും. നമ്മളെ നാട്ടിൽ ഇപ്പോഴും ഹനുമാൻ ആ മല ചുമന്നുകൊണ്ട് പോയി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരില്ലേ? അല്ല, പക്ഷെ അതിന്റെ വ്യത്യാസം ആ ഒരു ലോജിക്ക് ഇങ്ങനെ ലോജിക്കൽ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഹൈന്ദവ വിശ്വാസമുള്ള ആൾ ചിലപ്പോൾ കുറച്ചെങ്കിലും സമ്മതിക്കും. പക്ഷെ അല്ല, ഇത് അതാ ഞാൻ ഒട്ടും പറഞ്ഞ. സമ്മതിക്കും. അല്ല, സ്റ്റിൽ അങ്ങനെ അത് ഈ കാലപ്പഴക്കം കൊണ്ട് സംഭവിക്കുന്നതാണെന്നേ. അതായത് ആ കഥകളുടെ ഭാവനാത്മകത കുറച്ച് വന്യമായിട്ടുള്ള ഭാവനയായിരിക്കും ആ കാലത്തുള്ളത്. പുതിയ കാലത്ത് ഇപ്പൊ നമ്മളൊരു ദൈവവിശ്വാസം, ഒരു ദൈവം ഉണ്ടാക്കിയിട്ട് ഒരാളൊരു ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അയാളുടെ പ്രവാചകനെ കുറച്ചും കൂടി നമുക്ക് കാലത്തോട് സംവദിക്കുന്നതായിരിക്കും. അപ്പൊ നിലവിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഭയങ്കര അന്ധവിശ്വാസമാണെന്നൊക്കെ പറയും. ഓക്കെ. ഇപ്പൊ അതായത് ഒരു ഉദാഹരണത്തിന് നമ്മള് എന്താ പറയാ, ബുറാക്കിന്റെ കഥയൊക്കെ തള്ളും. അതെ, എന്നിട്ട് അതിന് നൂതനമായിട്ടുള്ള എന്തെങ്കിലും ഒരു പേടകത്തിന്റെ കഥയാക്കും. അപ്പൊ ഒരു 100 കൊല്ലം കൂടി അത് വിശ്വസിക്കാൻ പറ്റും. മനുഷ്യന്മാർക്ക് ഇങ്ങനത്തെ റോക്കറ്റ് ഉണ്ടാക്കി ഇപ്പൊ സൂര്യനിലേക്ക് വരെ യാത്ര ചെയ്യാൻ പറഞ്ഞേക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിന് എന്ത് സാധിച്ചൂടെ? അപ്പൊ ഇവിടെ ഈ മൃഗത്തിന്റെ ഇതിനുള്ള സൊല്യൂഷൻ ചെറുപ്പകാലത്തിലുള്ള ഈ പഠനം നിർത്തലാക്കുക എന്നുള്ളതാണോ, അതോ എന്താണ് ഇതിന് ഒന്നിനും ഒരു സൊല്യൂഷൻ, ഒരു സിംഗിൾ ഡോസ് സൊല്യൂഷൻ ഒന്നുമില്ല. ഇതൊക്കെ ആളുകളുടെ ബോധ്യത്തിലുള്ളതാണ്. ഇത് ആ അർത്ഥത്തില് വിമർശിക്കപ്പെടുകയും വിശ്വാസങ്ങള് ഇപ്പൊ ഏതെങ്കിലും ഒരാളുടെ വിശ്വാസം തകർക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് വൈകാരികമായിട്ടുള്ള പ്രവർത്തനമായിരിക്കും. ഒന്നുമില്ല, ആളുകളെ ചിന്തിപ്പിക്കുക എന്നുള്ള ഒറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ. ചിന്ത എന്ന് പറഞ്ഞ ഒരു സെൻസ്, ഒരു ചിന്ത എന്ന് പറഞ്ഞ ഒരു സാധനം നമുക്കുണ്ടല്ലോ. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. സാമൂഹികമായിട്ട് നമുക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇസ്ലാമിന് മാത്രമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല. എല്ലാ മതങ്ങളിലും ഈ സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറിയും കുറഞ്ഞുണ്ട്. ഇസ്ലാമിൽ അതിന്റെ എല്ലാത്തിന്റെയും അതിന്റെ പൂർണ്ണതയിൽ, അതിന്റെ തീവ്രതയിൽ കാണാൻ പറ്റും. അതിന്റെ കാരണം അതൊരു യങ് റിലീജിയൻ ആണ്. അതിന്റെ പോപ്പുലേഷനിൽ ഭൂരിഭാഗവും ഭയങ്കര യങ്ങസ്റ്റ് ആയിട്ടുള്ള ഏജ് ആണ്.
അങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം അത് ഞാൻ അത് എനിക്ക് പഠിപ്പിക്കുന്നതിന്റെ കാര്യങ്ങൾ, അതേപോലെ അതിന്റെ പ്രമാണങ്ങൾ ഒക്കെ അത്രയും എന്താ പറയാ, ഏറ്റവും പുതിയ കാലത്ത് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. മതഗ്രന്ഥങ്ങളിൽ ഏറ്റവും പുതിയ ഗ്രന്ഥങ്ങൾ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളാണല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് സംശയം ഇപ്പൊ വേറെ ഏതെങ്കിലും ആശയത്തെ എതിർക്കാനാണ് ഇപ്പൊ കമ്മ്യൂണിസമോ അല്ലെങ്കിൽ സാമ്പത്തികമായ തെറ്റിനെയോ എതിർക്കാൻ ആൾക്കാർ ഇത്രയും ഡിഫെൻഡ് ചെയ്ത് വരില്ല. ഇതിപ്പം എന്ത് പറഞ്ഞാലും ഡിഫെൻഡ് ചെയ്യാനായിട്ട് വരികയാണ്. കാരണം അവർക്ക് അതൊക്കെ വരും. അതിപ്പോ കമ്മ്യൂണിസത്തെ വിമർശിച്ചാല്, ഞാൻ പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ നിലവിലുള്ള മാർക്സിസ്റ്റ് പാർട്ടീനെ വിമർശിച്ചിട്ട് കേരളത്തിൽ സ്വസ്ഥമായി സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇന്റൻസീവ് ആയിട്ടുള്ള വിമർശനം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കുറച്ച് അല്ലേ, അങ്ങനെയല്ല, ഇന്റൻസീവ് ആയിട്ടുള്ള വിമർശനം. നമ്മളിപ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ കുറിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ CPIM കുറിച്ച് വിമർശിച്ചാൽ അത് തന്നെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിനെ പ്രതിരോധിക്കാൻ ആൾക്കാർ വരും, അതിനെ ആക്രമിക്കാൻ ആള് വരും, തീർച്ചയായും. അതേ സമയത്ത് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് തന്നെയാണ് കേരളത്തിലെ പാറ്റേൺ. എന്നോടൊക്കെ വളരെ സൗമ്യമായി സംസാരിക്കുന്ന എത്രയോ മതപണ്ഡിതന്മാരുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഈ ആയത്തുകളെയും ഖുറാനെയും ബേസ് ചെയ്ത് മാത്രമാണ്. അപ്പൊ നിങ്ങൾ എടുത്തു കാണിക്കുന്നത് അതിനകത്ത് ഈ ഉണ്ട് എന്നാണ് എടുത്തു കാണിക്കുന്നത്. എന്നിട്ടും അവർക്ക് സമ്മതിക്കാനോ അത് തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്യാനോ പറ്റുന്നില്ല. അല്ല, അത് പറ്റുന്ന ആളുകൾ ഉണ്ട് എന്ന് പറയാം. നമ്മൾ എതിർക്കുന്ന ആളുകളാണ് കൂടുതൽ വിസിബിൾ ആയിട്ട് വരുന്നത്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരുപാട് കാലമായിട്ട് വിമർശന വിധേയമല്ലാതെ ഈ പബ്ലിക്കിനിടയിൽ ഇങ്ങനെ ഓപ്പൺ വിമർശനം നടക്കാത്ത ഒരു മേഖലയാണ്. ബാക്കിയെല്ലാം കാലങ്ങളായിട്ട് വിമർശനം നടന്നിട്ടുണ്ട്. ആ സമയത്ത് വിമർശനം ഏൽക്കാതിരുന്നതിന്റെ ഒരു പാമ്പർ ചെയ്ത് പിടിച്ചതിന്റെ ഒരു ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ ന്യായീകരിക്കാൻ വരുന്നവരെ സംബന്ധിച്ച് നമ്മളെന്തോ തെറ്റ് പറയുകയാണെന്നാണ് അവർക്ക് അറിയില്ല. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ നിങ്ങളെ മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രത്യയശാസ്ത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ അത് സമ്മതിച്ചു തന്നു പോകുക എന്ന് പറയണത് സാധിക്കില്ലല്ലോ. അവരത് പിന്നീട് എപ്പോഴെങ്കിലും പോയി നോക്കും. അല്ല, അത് നമ്മളൊരു കോളിൽ നടക്കുന്ന കാര്യമല്ല. അവര് അങ്ങനെ പോയി അന്വേഷിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു വന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്, നൂറുകണക്കിന് മനുഷ്യന്മാർ. അപ്പൊ ചിലപ്പോ ഡിഫെൻഡ് ചെയ്യും അവര്. അത് നമ്മളെ മനുഷ്യന്റെ ഒരു നേച്ചറാണ്. തന്റെ വിശ്വാസങ്ങളെ എതിർക്കുമ്പോൾ അത് നമ്മുടെ വിശ്വാസങ്ങളെ, നമ്മുടെ ബോധ്യങ്ങളെ ഡിഫെൻഡ് ചെയ്യാന്നുള്ളത് മാനുഷികമായിട്ടുള്ള ഒരു കാര്യമല്ലേ. അങ്ങനെയൊക്കെ ഡിഫെൻഡ് ചെയ്യുമ്പോഴും അവരുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ചെന്ന് തറച്ചിട്ടുണ്ടാവും. അവര് ചിലപ്പോ അപ്പോ അതിനോട് പ്രതികരിച്ചില്ലെങ്കിലും പിന്നീട് അതിനെ കുറിച്ച് ആലോചിക്കും. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ പുറത്തു വരുന്നത്. അല്ലാതെ ഇതിനൊന്നും സർജിക്കൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും പരിഹാരമല്ല. വളരെ മൈൽഡ് ആയിട്ടുള്ള ഇങ്ങനെ തന്നെയാ ചെയ്യേണ്ടത്. ആളുകൾ ഇങ്ങനെ വിമർശിച്ചും സംസാരിച്ചും ചെയ്യുന്ന വളരെ നല്ല കാര്യമാണ്. അത് ബാക്കിയുള്ളവർ കൂടി ഇത് മനസ്സിലാക്കാനുള്ളത് ഒരു സാഹചര്യം കൂടി ഒരുക്കുന്നുണ്ട്. കാരണം ചരിത്രത്തെ കുറിച്ച് പഠിക്കാനാണ്. അല്ല, പിന്നെ വേറെ ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാവാൻ പോകുന്നത് ഈ മതത്തിൽ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ്. കാരണം അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവർ ഇതിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിന്റെ കാഠിന്യം, അവർ മത തീവ്രത ഉപേക്ഷിക്കുന്ന എത്രയോ ആളുകൾ എനിക്ക് ചുറ്റും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മളോടുള്ള സമ്പർക്കം കൊണ്ട് മാത്രം, സമ്പർക്കവും സംസാരവും, നമ്മൾ കൊടുക്കുന്ന ചില കാര്യങ്ങളും പറയുന്ന കാര്യങ്ങള്, നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങള്, ഒരു കാര്യത്തിനെ നമ്മള് കൈകാര്യം ചെയ്യുന്ന രീതി, ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മളുടെ രീതി അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, സ്റ്റിൽ അവർ വിശ്വാസികളാണ്, അവർ നിസ്കരിക്കുന്നുണ്ട്, ഓതുന്നുണ്ട്. പക്ഷെ അവരുടെ കാഴ്ചപ്പാടുകളിൽ ചെറിയ രീതിയിലുള്ള മാറ്റം. അങ്ങനെ ഇത് മാറുള്ളൂ. കാരണം ഇത് അവരുടെ സെൽഫിന്റെ കൂടി ഭാഗമാണ്, അവരുടെ ദൈവവും പ്രവാചകനും ഒക്കെ. അത് എല്ലാ മതങ്ങളുടെയും കഥ അതാണ്. പിന്നെ ഭയങ്കര എന്താ പറയാ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മതപഠനം എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ എവിടെയില്ല. അതിന്റെ ഒരു വ്യത്യാസം കൂടി കേരളത്തിൽ ഉണ്ടാവാം. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത് സാധ്യമാകുന്നത്, ഈ ചർച്ച സാധ്യമാകുന്നത് മദ്രസ പഠനം ഉള്ളതുകൊണ്ടാണെന്നാണ് എന്റെ അഭിപ്രായം. കുടുംബത്തിന്റെ ഉള്ളവരിൽ ഭയങ്കരമായ ഇതിനെക്കുറിച്ച് പ്രഷർ ഉണ്ടോ? സ്വാഭാവികല്ലേ. അല്ല, ബാക്കിയുള്ള ഞാൻ പറഞ്ഞത് നമ്മളെ നാട്ടില് നമ്മൾ മദ്രസകളെ എതിർക്കുന്നതിന്റെ ഒരു പ്രശ്നം, നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മദ്രസകൾ ഉള്ളത്. അതായത് എന്ത് സാധനം ആണെങ്കിൽ കൂടിയും അത് എഴുതുകയും വായിക്കുകയും ആശയം പ്രചരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന മദ്രസകള്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ചർച്ച സാധ്യമാകുന്നത്. നമുക്ക് UP-യിലൊന്നും പോയിട്ട് ഇങ്ങനെ വിമർശനം നടത്താൻ പറ്റില്ല. അവർക്ക് പുസ്തകം എടുക്കാനോ നോക്കാനോ ഒന്നും അറിയില്ല. അവർ മദ്രസയിൽ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ ഡിഫെൻഡ് ചെയ്യാൻ വരുന്നത് പുസ്തകം എടുത്തിട്ടായിരിക്കൂല. മനസ്സിലായി? അവർ ആയുധം എടുക്കും. അവരുടെ അടുത്ത് വൈകാരികത ഉണ്ടാവുള്ളൂ. അപ്പോ ഒരർത്ഥത്തിൽ മദ്രസ പഠനം വേണം എന്റെ അഭിപ്രായം, കുട്ടികൾ ഇതൊക്കെ. പക്ഷെ അതിന്റെ എന്റെ ഒരു നിലപാട്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള എന്റെ നിലപാട്, മദ്രസകളായാലും എന്ത് സ്ഥാപനങ്ങളായാലും ഒരു പെർട്ടിക്കുലർ ഏജ് വരെ കുട്ടികളെ പഠിപ്പിക്കപ്പെടുന്ന സിലബസുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിനുള്ള സംവിധാനം അവരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നത്. കഴിഞ്ഞിട്ട് തുടങ്ങാവൂ എന്നല്ലേ വെക്കേണ്ടത്? എങ്ങനെ
പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞിട്ട് തുടങ്ങാവൂ എന്നല്ലേ അല്ല വെക്കാൻ പറ്റും. അതൊക്കെ എത്രത്തോളം പൊളിറ്റിക്കലി സാധ്യമാണെന്ന് എനിക്ക് അറിയില്ല. എന്നെ സംബന്ധിച്ച് കുറച്ചുകൂടി കടുത്ത ആവശ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ ഇന്ത്യൻ സാഹചര്യത്തില് സാധ്യമാകുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിലവിലുള്ള പിന്നെ സിലബസ് പരിഷ്കരിക്കുക. സിലബസുകൾ പരിഷ്കരിക്കുക, പരിശോധന വിധേയമാക്കുക. ഏത് മതത്തിന്റേതായാലും ഏത് പ്രത്യയശാസ്ത്രത്തിന്റേതായാലും പൊളിറ്റിക്കൽ പാർട്ടിയുടെയായാലും ഇനിയിപ്പോ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുടേതായാലും ഒക്കെ ആണ്, ആണ്, ആണ്. അവര് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന പരിശീലനം എന്താണ്, അതിന് അവർ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സ്ക്രൂട്ടനി ചെയ്യാനുള്ള സംവിധാനം ആവശ്യമുണ്ട്. അത് വേണം. എന്റെ വലിയ ആവശ്യം എന്ന് പറയുന്നത് നമ്മള് മതം തീരുമാനിക്കുന്നത് ആ വ്യക്തിയല്ല വാസ്തവത്തിൽ അതെ, ഇന്ത്യയില്. അതെ, അതെ, തീർച്ചയായും. ഒരു ഇന്ത്യയിൽ മതം മാറാനുള്ള സ്ഥാപനം. സ്വാതന്ത്ര്യമുള്ളൂ, മതം സ്വീകരിക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പൊ അത് ഭരണഘടനാപരമായിട്ട് ഒരു കുട്ടിയുടെ മതം പിതാവ് എഴുതി ചേർക്കാൻ പാടില്ല എന്ന നിയമപരമായിട്ട് ഇപ്പൊ ഒരു കുട്ടി പ്രായപൂർത്തിയാക്കുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ മതം നിർണ്ണയിക്കപ്പെടുന്നു അതൊക്കെ എന്നുള്ളത് പാടില്ല. ഗുരുതരമായ അവസ്ഥയാണ്. തീർച്ചയായും ഞാനും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതാണ് എന്റെ ആവശ്യം പൊളിറ്റിക്കലി. അങ്ങനെ പക്ഷെ വരുമ്പോ അതൊക്കെ ഈ വളരെ കാര്യങ്ങൾക്കൊക്കെ ദൂരം എടുക്കും അതിലെത്തിച്ചേരാൻ. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ അങ്ങനത്തെ അത് ന്യായമായ ആവശ്യമാണ്. ഏതൊരാൾക്കും നമ്മൾ സുപ്രീം കോടതി വരെ പോയാൽ എന്ത് സംഭവിക്കാം എന്നൊരു ആലോചനയൊക്കെ എനിക്കുണ്ട്. കാരണം ഇപ്പൊ നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഒരാളുടെ മതം അയാൾ തെരഞ്ഞെടുക്കല്ല, ഓക്കെ. അയാളെ അതിനെ ആ മതത്തിലാക്കി അടിച്ചേൽപ്പിക്കുക. വളർത്തുകയും ആ ഒരു പർട്ടിക്കുലർ മതക്കാരനായിട്ട് രക്ഷിതാക്കൾ നിർണ്ണയിക്കുകയാണ്. അത് പൗരന്റെ അവകാശത്തിന് മേലെ കടന്നതായിട്ടാണ്. അപ്പൊ അയാളെ സംബന്ധിച്ച് അയാൾ ഏത് മതക്കാരനാവണമെന്ന് ആ വ്യക്തിയാണല്ലോ തീരുമാനിക്കേണ്ടത്. അപ്പം അതെ, ഇപ്പം നിലവിൽ ഇന്ത്യയിലുള്ളത് മതം മാറാനുള്ള സ്വാതന്ത്ര്യമാണ്. അതാണെങ്കിൽ ആ വ്യക്തിക്ക് തെരഞ്ഞെടുപ്പിനുള്ള കടുത്ത സ്വാതന്ത്ര്യം ഇല്ല. സാമൂഹ്യ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതെ, അതെ, അതെ. അപ്പൊ അല്ല, അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ. പുരോഹിത വർഗത്തിന് ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? എങ്ങനെ? പുരോഹിത വർഗത്തിന് ആൾക്കാരെ മതത്തിൽ നിർത്തുന്നോണ്ടുള്ള ഗുണം എല്ലാവർക്കും എന്താണ്? പുരോഹിത വർഗം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും പുരോഹിത വർഗത്തിനുള്ള ഗുണം അവർക്ക് മൃഷ്ടാന്ന ഭോജനമാണ്. അല്ലാണ്ട് മൃഷ്ടാന്ന ഭോജനം എന്ന് പറയുമ്പോൾ അതിനകത്ത് സാമ്പത്തിക ലാഭമുണ്ട്, പിന്നെ സ്ഥാപനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, പൊളിറ്റിക്കൽ പവർ, വോട്ട് ബാങ്ക് പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള പൊളിറ്റിക്കൽ നേട്ടം കൊയ്യാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. അതൊക്കെ എല്ലാ മത സാമുദായിക സംഘടനകളും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി തന്നെയാണ്. പിന്നെ നല്ല നല്ല മതബോധമുള്ള ആളുകളെ സംബന്ധിച്ച് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഏകീകരിച്ചെടുക്കാൻ പറ്റും. AP അബൂബക്കർ മുസ്ലിയാരെ പോലുള്ള ആളുകളെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ ഗെയിൻ പെട്ടെന്ന് നടക്കും. അമിത്ഷാ ആയിട്ടും ഒക്കെ ഇപ്പൊ അവര് അച്ഛനും മകനും ചർച്ച ചെയ്തിരുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. അതിനുവേണ്ടി ഈ പ്രചാരണം നടത്തി ആളുകളെ ഒന്നിപ്പിച്ച് നിർത്താൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അത് മതമാകുമ്പോ ഏറ്റവും എളുപ്പം. അത് തന്നെയാണ് എല്ലാരും ചെയ്യുന്നത്. അത് തന്നെയാണ് ഇപ്പം ഇന്ത്യയിൽ ഹിന്ദുത്വ ചെയ്യാൻ ശ്രമിക്കുന്നത്. അത് തന്നെയാണല്ലോ. ആയിക്കോട്ടെ. നമ്മള് മനുഷ്യര് ഈ തരം ചിന്തകളിൽ നിന്നൊക്കെ മോചിതരായിട്ട് നമ്മള് ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിക്കാൻ തുടങ്ങുമ്പോഴേ ഈ മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ നന്നാവുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. അല്ല, നമ്മൾ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ ഇതിന് താല്പര്യമുണ്ട്, പക്ഷെ ഭയങ്കരമായ കെട്ടുപാടുകളാണ്. അത് ഭയങ്കര പ്രശ്നമാണ് സോഷ്യലി. അത് നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസി അല്ല. കുറെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഈ പറഞ്ഞ പല കാരണങ്ങൾ അതിന് ഘടകമാണ്. എന്നാൽ അല്ലാതെ അതിന് പ്രശ്നമാവാതെ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് എണ്ണം കൊണ്ട് കുറവായിരിക്കും. അതെ, അതെ. അല്ല, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പുറത്തേക്ക് വരുന്നതും അത് പ്രചരിപ്പിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അത് ആൾക്കാർക്ക് ബാക്കിയുള്ളവർക്ക് ഒരു ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയും അവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക. എന്തായാലും ആയിക്കോട്ടെ. എന്തായാലും ഓക്കെ, വളരെ സംസാരിച്ചത് വളരെ താങ്ക് യു.